ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം, കഴിഞ്ഞ ദിവസം 35 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ മകൻ്റെ കൂട്ടുകാരനായ 14 വയസ്സുള്ള ഒരു ചെറുക്കനുമായിട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ പോലീസിൽ പരാതിപ്പെടുന്നു, എൻ്റെ മകനെ കാണാനില്ല. അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് കോഴിക്കോട്ട് വെച്ച് ഈ സ്ത്രീയെയും ഈ പയ്യനെയും പിടിക്കുകയാണ്. ഉടൻ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. പയ്യനെ അവൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ പറഞ്ഞു വിടുന്നു. സ്ത്രീ പോക്സോ കേസിൽ പ്രതിയാവുകയും ചെയ്യുന്നു. ഈ സ്ത്രീക്ക് ഭർത്താവുണ്ട്. അവരെ കുറച്ചു കാലമായിട്ട് അകന്ന് ജീവിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഒരു മര്യാദയില്ലാത്ത, മനുഷ്യന് ഒട്ടും ചേരാത്ത, വളരെ മോശമായ ഒരു പ്രവൃത്തിയായിപ്പോയി ആ സ്ത്രീ കാണിച്ചത്. ഒരു നിമിഷം അവർക്കൊന്ന് ചിന്തിക്കാമായിരുന്നു, അവരൊരു അമ്മയാണ്. എന്താണ് ഒരു അമ്മയുടെ മഹത്വം? ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ പോറ്റി വളർത്താനുള്ള പ്രായമേ ആ 14 വയസ്സുള്ള കുട്ടിക്കുള്ളൂ. അന്ധമായ ജഡമോഹത്തിന് അടിമപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തി ആ സ്ത്രീ എന്ന് വേണം കരുതാൻ. നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രപ്രകാരം, ചിന്തപ്രകാരം, പൗരാണികമായ ഒരു ഉക്തിയുണ്ട്, ഒരു ചൊല്ലുണ്ട്. മാതൃദേവോ ഭവ എന്നാണ് നമ്മൾ മാതാവിനെ കാണുന്നത്. മാതാവ് ദൈവതുല്യയാണ്. മാതാവ് പ്രകൃതിയാണ്. ഈ പ്രകൃതിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരുന്നത് എന്നതുപോലെ തന്നെ മാതാവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ജീവൻ തന്ന് നമ്മളെ വളർത്തി പാലിച്ച്, നമുക്ക് നല്ല ചൊല്ലുകൾ തന്ന്, നല്ല നല്ല മഹത് വചനങ്ങൾ തന്ന്, നമ്മളിൽ നന്മയുടെ വിത്തുപാകി പടർത്തി അതിനെ മറ്റുള്ളവർക്ക് തണലും സൗന്ദര്യവുമുള്ള കാഴ്ചകളാക്കി മാറ്റുവാൻ അമ്മമാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അച്ഛനേക്കാൾ കൂടുതൽ മക്കളെ സ്വാധീനിക്കുന്നത് അമ്മമാരാണ്. ഈ കാലത്ത് ഇത്തരത്തിലൊന്നും ഉള്ള ചിന്ത ചിലരിൽ കാണുന്നില്ല. എല്ലാവരിലുമല്ല, ചിലരിൽ കാണുന്നില്ല. അത് ജീവിതത്തിൻ്റെ ലക്ഷ്യം, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രവൃത്തികളാണത്. ഭർത്താവ് പിരിഞ്ഞുപോയി, ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്നു. ഒരു 7 വയസ്സുള്ള കുട്ടിയുണ്ട്. പല കടകളിൽ കയറി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജുഗുപ്സാവഹമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അമ്മമാരുടേതായ ഒരു മഹത്വം എപ്പോഴും കാണിക്കണം. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം അത് ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് കുട്ടികൾ അവരെ അമ്മയായി തിരിച്ചറിയുന്നത്. സ്നേഹത്തിൻ്റെ ദൂതാണ്. ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മര്യാദയുടെയും ഒക്കെ ഭാഷയാണ് അമ്മമാര് കുട്ടികളെ ചെറുപ്പകാലത്ത് പഠിപ്പിക്കുന്നത്. ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു അമ്മയാണ്. അമ്മയിൽ നിന്നാണ് എല്ലാം പഠിച്ച് കുട്ടികൾ വളരുന്നത്. ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പഠനം കിട്ടുന്നില്ല. എന്താണ് നന്മയെന്ന് അവർക്കറിയില്ല, എന്താണ് ധർമ്മമെന്ന് അവർക്കറിയില്ല, എന്താണ് നീതി എന്ന് അവർക്കറിയില്ല, ഒരു പഴഞ്ചൊല്ല് പോലും അവർക്കറിയില്ല. അതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തവരെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അമ്മമാരെ ബഹുമാനിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, മാതാപിതാ ഗുരു ദൈവം
എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടിയുടെ തലയിൽ കയറുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പറഞ്ഞു കൊടുക്കലല്ല, പഠിപ്പിക്കലല്ല നടക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ കുട്ടികൾ വെറും കുഴല് പോലെ വളരുകയാണ്. ഒരിടത്തു നിന്ന് ഊതിയാൽ മറ്റൊരിടത്തേക്ക് ആ കാറ്റങ്ങ് പോകും. കുഴല് പോലെ വളരുകയാണ്. അവർക്ക് ഒരു തരത്തിലുള്ള ധാർമ്മിക ബോധമില്ല, ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തിയില്ല, ഒരു വീണ്ടു വിചാരമില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരോട് അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ ബഹുമാനം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നൊന്നും നമ്മുടെ ഈ കാലത്ത് കുട്ടികൾ ബഹുഭൂരിപക്ഷവും ആ കാര്യങ്ങളെല്ലാം വലിയ പരാജയമാണ്. ഇത് ഈ മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ തെറ്റ് ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതിന് തക്ക ശിക്ഷ അവരനുഭവിക്കും. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ ചലനവും നമ്മുടെ സമൂഹത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ മുമ്പിൽ നിന്ന് മര്യാദകൾ, ധാർമ്മിക അംശങ്ങൾ, മൂല്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് അപകടകരമായൊരവസ്ഥയാണ്. എല്ലാവരും ജാഗ്രതയോടുകൂടി, ശാന്തതയോടുകൂടി, വേഗതയൊക്കെ കുറച്ച്, ലാളിത്യത്തിൽ സ്വയം മുകളിൽ നിന്ന് ലാളിത്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരവരുടെ കുഞ്ഞുങ്ങളെ ഭാവിക്ക് ഉതകുന്ന തരത്തിൽ വളർത്തിയെടുക്കണം. അതിനുള്ള ശ്രമമാകട്ടെ നമുക്ക് ഇനിയുള്ളത്.